ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖത്തിനായും സന്തോഷത്തിനായും പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ കൊള്ളിയെന്നും ഞങ്ങളെ നാട്ടിൽ പറയൂട്ടാ. അപ്പോൾ കപ്പ കൊണ്ടുള്ള ഒരു ഇസ്റ്റു ഉണ്ടാക്കുന്നത്. അതിന് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലിട്ട് ചുവന്നുള്ളിയും നല്ല ജീരകവും പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നും നല്ല ഒരു മീഡിയം സൈസിൽ ഉള്ള അരവ് ആക്കിയാൽ മതി. നല്ലോണം അരക്കണ്ട, അങ്ങനെ അരച്ചെടുക്കുക. അപ്പം അത് അരക്കാൻ വെക്കുമ്പോഴേക്കും നമുക്ക് കപ്പ റെഡിയാക്കാം. അതിനൊരു കപ്പ മുറിച്ച് കഴുകിയിട്ട് വാര വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ആ കപ്പയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കപ്പ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. അപ്പോൾ നമ്മളെ കുക്കറിൽ വിസിലൊക്കെ വന്ന് അത് ചൂടാറിയതിന് ശേഷം നമ്മൾ തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചിട്ട് എടുത്താൽ മതി, വാർത്ത് കളയണ്ട. അപ്പോൾ 1-2 മിനിറ്റ് കത്തിക്കുമ്പോഴേക്കും അത് വെള്ളം വറ്റിപ്പോകും. ഇനി അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് പത വരുന്നതോട് കൂടായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. ഇനി നമുക്കത് താളിച്ചെടുക്കാം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. ഉണങ്ങിയ മുളക് ഇട്ടിട്ട് അത് താളിച്ചെടുക്കുക. ഇത് ആ വേവിച്ച് വെച്ച കപ്പ അതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി, പിന്നെ പദമൊന്നും വരണ്ട കേട്ടോ, അത് ഓൾറെഡി ഒക്കെ പദം വന്നിട്ട് വെച്ചതാണ്. താളിച്ചെടുക്കൽ നമ്മളെ കപ്പ ഇഷ്ടു റെഡിയായി. അത് എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല സ്വാദിഷ്ടമായൊരു കപ്പ ഇഷ്ടമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണേ, മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്.